യൂണിറ്റ് 2 എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. കഴിഞ്ഞ യൂണിറ്റിൽ തിങ്കിങ് സോഷ്യോളജിക്കലി എന്ന യൂണിറ്റിൽ എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്, എന്താണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുവേണ്ടി CW മിൽസ്, സിഗ്മണ്ട് ബൂമൻ എന്നീ രണ്ട് തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, കമ്മ്യൂണിറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് പോലെയുള്ള ചില സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ യൂണിറ്റിൽ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ രണ്ട് ഡിസിപ്ലിൻസിന്റെയും, സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രോപോളജിയുടെയും, സോഷ്യൽ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ ആന്ത്രോപോളജി തന്നെ, സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും എമർജൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് ഡിസിപ്ലിൻസിന്റെയും എമർജൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ സയന്റിഫിക് റെവല്യൂഷൻ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, എൻലൈറ്റൻമെന്റ് പോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഈ ഇൻസിഡൻസ് എല്ലാം ലോകത്തെ ആകമാനം, എസ്പെഷ്യലി യൂറോപ്പിനെ ആകെ മാറ്റിമറിച്ചതാണ്. എന്നാൽ പോലും ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ഈ രണ്ട് ഡിസിപ്ലിൻസിന്റെ ഫോർമേഷനും കാരണമായിട്ടുണ്ട്. സോ ആ ഒരു കണക്ഷൻ എന്ത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റിന് രണ്ട് ഫേസസ് ഉണ്ട്, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്. ഈ രണ്ട് ഫേസസിനും പുറമെ ആണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി ഉണ്ടായിട്ടുള്ളത്. സോ ഇതെല്ലാം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ആന്ത്രോപോളജിയുടെ പയനിയേഴ്സ് എന്ന് വിളിക്കാവുന്ന, അതിന്റെ മുന്നോടികളായ ആദ്യകാല തിങ്കേഴ്സ് ആരൊക്കെയാണ്? ഇവിടെ ഫ്രാൻസ് ബോവാസിനെ കുറിച്ചും WH അർവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പരാമർശിക്കുന്നുണ്ട്. സോ ഇത്തരം തിങ്കേഴ്സിനെ കുറിച്ചും നമുക്കൊരു റഫ് ആയിട്ടുള്ള ഐഡിയ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്: ഫസ്റ്റ് വൺ, ഡിസ്കസ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആൻഡ് ഹൗ ദീസ് ഇൻസിഡൻസ്, നേരത്തെ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഡിസിപ്ലിൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ദെൻ ഹൗ ദി സോഷ്യോളജിക്കൽ തിയറീസ് റൈസ്, സോഷ്യോളജിക്കൽ തിയറീസിന്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഉദയം എങ്ങനെയായിരുന്നു. ഇതിന്റെ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ്, ആന്ത്രോപോളജിയുടെ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ് ഏതാണ്, അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിന്റെ പയനിയേഴ്സ് ആരൊക്കെയായിരുന്നു, മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി എങ്ങനെ ഡെവലപ്പായി. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സിലും വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സോഷ്യോളജി, ആന്ത്രോപോളജി ഈ രണ്ട് ഡിസിപ്ലിൻസും വളരെ സിമിലർ ആണ്. ഇതിന്റെ ടൂൾസ്, ടെക്നിക്സ്, മെത്തഡോളജി അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് എൻക്വയറി ഇതെല്ലാം ഏറെക്കുറെ ഒരുപോലെയാണ്. ആന്ത്രോപോളജിക്ക് മറ്റ് പല ഡിസിപ്ലിൻസുമായിട്ടും കണക്ഷൻ ഉണ്ട്. ആന്ത്രോപോളജിക്ക് ഹിസ്റ്ററി ആയിട്ടും പൊളിറ്റിക്സും ആയിട്ടും എക്കണോമിക്സും ആയിട്ടും ഈവൻ നാച്ചുറൽ സയൻസ് ആയിട്ടും ഒക്കെ കണക്ഷൻ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് സോഷ്യോളജിയോടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ട് ഡിസിപ്ലിൻസിനെയും ഒരുമിച്ച് നിർത്തിയുടെ പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് ഡിസിപ്ലിൻസും റിലേറ്റീവ്ലി യങ്ങർ ആണ് എന്ന് നമുക്ക് പറയാം. മറ്റ് സോഷ്യൽ സയൻസസിനെ വെച്ച് നോക്കുമ്പോൾ ആന്ത്രോപോളജിയും സോഷ്യോളജിയും ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന രീതിയിൽ കുറച്ച് യങ്ങർ ആണ്. ഒരു 19th സെഞ്ചുറിയിലാണ് ഈ രണ്ട് ഡിസിപ്ലിൻസും അക്കാഡമിക്സിലോട്ട് വരുന്നത്. പക്ഷേ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ, സെഞ്ചുറീസ് മുമ്പേ തന്നെ ഈ രണ്ട് ഡിസിപ്ലിൻസും നിലവിലുണ്ടായിരുന്നു. അതിന്റെ ചില എവിഡൻസസും നമുക്കിവിടെ കാണാൻ കഴിയും. ദെൻ ഈ രണ്ട് ഡിസിപ്ലിൻസും ഏറെക്കുറെ സിമിലർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഒരു എമർജൻസി തപ്പിപ്പോകുമ്പോൾ, ഒറിജിൻ തപ്പിപ്പോകുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സോഷ്യോളജിയുടെ റൂട്ട് ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇറ്റ്സ് ഈസി. പക്ഷേ ആന്ത്രോപോളജിയുടെ അങ്ങനെയല്ല, അത് കുറച്ച് കോംപ്ലക്സ് ആണ്. ആന്ത്രോപോളജിയുടെ ഒറിജിൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻസിഡൻസിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇനി നമുക്ക് സോഷ്യോളജിയുടെ എമർജൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. വെസ്റ്റേൺ യൂറോപ്പ് 17th 18th സെഞ്ചുറികളിലായിട്ട് റാപ്പിഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും സോഷ്യലി, കൾച്ചറലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ ഭീകരമായിട്ടുള്ള പല ചേഞ്ചസ് ഉണ്ടായി. ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും പല സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സും ഉണ്ടായി. റൂറൽ, അഗ്രേറിയൻ, ട്രഡീഷണൽ സൊസൈറ്റീസ് എല്ലാം ഇൻഡസ്ട്രിയൽ ആയി, മോഡേൺ ആയി, അർബൻ ആയിട്ട് മാറി. കൃഷി അല്ലെങ്കിൽ അങ്ങനത്തെ പരമ്പരാഗത രീതികളെല്ലാം മാറി ഇൻഡസ്ട്രികൾക്ക്, വ്യവസായങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ പ്രധാനപ്പെട്ട പല ഇന്നോവേഷൻസും ഉണ്ടായി, പല ഇൻവെൻഷൻസും സംഭവിച്ചു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ചെറിയ ലെവലിൽ നടന്നിരുന്ന പ്രൊഡക്ഷനും ഇൻഡസ്ട്രിയെല്ലാം എന്തായി, വലിയ ലെവലിലായി, ലാർജ് സ്കെയിലായി. ഒരുപാട് ഫാക്ടറീസ് വന്നു. നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം ഉണ്ടായി. ഇത് യൂറോപ്പിനെ ആകെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, പല ഭരണകൂടങ്ങളുടെയും മാറ്റത്തിന് വരെ കാരണമായി. ഭരിച്ചിരുന്ന പല ആളുകളും ഇറങ്ങേണ്ടി വന്നു. ഫ്യൂഡലിസം ഒക്കെ തകർന്നടിഞ്ഞു പോയി എന്നും പറയുന്നു. അതിന്റെ എക്സാമ്പിളൊക്കെ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനിൽ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ആദ്യകാല സോഷ്യോളജിസ്റ്റുകൾ, നമ്മൾ ഏർലി സോഷ്യോളജിസ്റ്റ് എന്ന് വിളിക്കുന്ന ആളുകൾ അഗസ്റ്റ് കോംതും എമേൽ ഡർക്കിമും ഒക്കെയാണ്. ഇവരെല്ലാം ആ സമയത്ത് തിങ്കേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഡിസിപ്ലിനിലുണ്ട്, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവർ ആലോചിച്ചത് ഇങ്ങനെയാണ്: സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ കോംപ്ലക്സ് ഹ്യൂമൻ സോഷ്യൽ വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഒരു സയന്റിഫിക് സോഷ്യൽ സയൻസ് ഉണ്ടായിക്കൂടാ? സയൻസിൽ ചെയ്യുന്ന പോലെ കൃത്യമായ റൂൾസും ടെക്നിക്സും സിസ്റ്റമാറ്റിക് അപ്രോച്ചും യൂസ് ചെയ്തുകൊണ്ട് സോഷ്യൽ സയൻസിൽ നമുക്ക് സൊസൈറ്റിയെ പഠിക്കാൻ ഒരു പഠന വിഷയം വേണം എന്നുള്ള ഇവരുടെ ചിന്തകളിൽ നിന്നാണ് സോഷ്യോളജി ഉണ്ടായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ദെൻ ഈ പല മാറ്റങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞല്ലോ.
ഈ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷനിലേക്കും മോഡേണൈസേഷനിലേക്കുമാണ് ജനങ്ങളെ എത്തിച്ചത്. ഇൻഡസ്ട്രീസ് ഒരുപാട് കൂടി വന്നു, അതിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു, ഒരുപാട് പേര് സിറ്റിയിലോട്ട് താമസം മാറി. അതിന്റെ കൂടെ തന്നെ എന്താണ് മോഡേണൈസേഷൻ, ആധുനികത ഉണ്ടായി, ജനങ്ങൾ ഭയങ്കര മോഡേൺ ആയി, അവരുടെ ടെക്നോളജിയിലും കാര്യങ്ങളിലും ഒക്കെ മാറ്റം വന്നു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനാണ് സമൂഹത്തിൽ ഉണ്ടായത്. അവിടെ ഹോപ്പ്, ഡിസ്പയർ. ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതീക്ഷ എന്നാണ് പറയുന്നത്. ഡിസ്പയർ എന്ന് പറഞ്ഞാൽ ഹോപ്പ് പോകുന്ന അവസ്ഥ, പ്രതീക്ഷ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. സോ പാരഡോക്സിക്കലായ ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് സമൂഹത്തിൽ സംഭവിച്ചു. മോഡേണിറ്റി വന്നപ്പോൾ ഒരേ സമയം ഹോപ്പും ഉണ്ടായി, ഒരേ സമയം ഹോപ്പ്ലെസ്നെസ്സും ഉണ്ടായി. എങ്ങനെയാണ് ഹോപ്പ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ ടു റാഷണൽ എൻലൈറ്റൻ ഫിലോസഫി. ട്രഡീഷണലായ, പരമ്പരാഗതമായ, റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി മോഡേൺ ആയി, പ്രോഗ്രസീവായി, എൻലൈറ്റൻമെന്റ് വന്നു, ആളുകൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി, ലോജിക്കലി ആലോചിക്കാൻ തുടങ്ങി. എല്ലാ ആക്ടിവിറ്റീസിലും ആ ഒരു ലോജിക്കിന്റെ സെൻസ് കാണാമായിരുന്നു. അത് ആക്ച്വലി നല്ല കാര്യമാണ്, പ്രതീക്ഷ വെക്കുന്നതാണ്. ഇതേ സമയം ഇതുപോലെ തന്നെ എന്താണ്, റൂൾ ഓഫ് ചർച്ച് ചേഞ്ചസ് ടു ഇൻഡിവിജ്വൽ. ഭരണകൂടങ്ങൾക്ക്, അതായത് എസ്പെഷ്യലി മതം, പള്ളി, അതുപോലെ രാജാവ്, ഇവരുടെ എല്ലാം അധികാരത്തിന് കാര്യമായിട്ടുള്ള ഇളക്കം സംഭവിച്ചു. സൊസൈറ്റിയെക്കാളും വലുത് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഇൻഡിവിജ്വൽസിന് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അത് പള്ളിയോ രാജാവോ അല്ലെങ്കിൽ ചർച്ചോ ഒന്നുമല്ല തീരുമാനിക്കേണ്ടത് എന്നൊരു ചിന്ത വന്നു. കൂടുതൽ ക്രിയേറ്റിവിറ്റിയും റാഷണാലിറ്റിയും വന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, ഹോപ്പിന് വഴിവെച്ച കാര്യങ്ങളാണ്. ഇനി ഡിസ്പയർ, ഹോപ്പ് നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ പറയുന്നത്, പെർപച്വൽ സ്റ്റേറ്റ് ഓഫ് ഡിസറേ ആൻഡ് കാവോസ്, ഏർലിയർ സ്റ്റേബിൾ ഓർഡേഴ്സ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ്. പ്രധാനമായും ഡിസറേ ഉണ്ടായി, അതായത് ഒരു കൺഫ്യൂഷൻ. അതായത് നമ്മൾ പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറി വന്നു, പക്ഷെ ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ലഹളകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. മുമ്പത്തെ കാര്യങ്ങളായിരുന്നു കുറച്ചുകൂടെ നല്ലത് എന്നുള്ളൊരു തോന്നൽ വരെ ചില ആൾക്കാർക്ക് ഉണ്ടായി. അതുപോലെ മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ പുതിയ രീതിയിൽ വന്നു എന്നായി. അതായത് പണ്ട് രാജാക്കന്മാരും മതമാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വേറെ ആളുകൾ ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി. പണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഈ പറയുന്ന ഗവൺമെന്റും മറ്റു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് വേറെ ആളുകൾ കയറി വന്നു എന്നുള്ള രീതിയിലായി. സോ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങളും ഒരേ സമയം സംഭവിച്ചു. സോ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന രീതിയിൽ സോഷ്യോളജി ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. സമൂഹം ആകമാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റലക്ച്വലി മാറി, സോഷ്യലി, മെറ്റീരിയലി, കൾച്ചറലി ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളുടെ എല്ലാം ഇടയിലാണ് സോഷ്യോളജി എന്ന ഡിസിപ്ലിന്റെ ഒരു ഉദയം സംഭവിക്കുന്നത്. ഇനി നമ്മുടെ സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും എമർജൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില സംഭവങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, ജ്ഞാനോദയം. സോ ഒരു എൻലൈറ്റൻമെന്റ് പീരീഡ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമുക്ക് ഏജ് ഓഫ് റീസൺ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കാം. ഒരു 18th സെഞ്ചുറി സമയത്ത്, അതൊരു 1700 ആ ഒരു കാലഘട്ടങ്ങളിൽ യൂറോപ്പിനെ ആകമാനം ഇളക്കി മറിച്ച ഒരു മൂവ്മെന്റ് ആണിത്. ലോജിക്ക്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇതെല്ലാം ഒരുപാട് ഉണ്ടായി. എക്സിസ്റ്റിംഗ് ഐഡിയാസ്, ബിലീഫ്സ്, സമൂഹത്തിനെ കുറിച്ച് നിലവിലുണ്ടായിരുന്ന ഐഡിയാസ്, വിശ്വാസങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തൂക്കി എറിയപ്പെട്ടു അല്ലെങ്കിൽ എടുത്ത് കളയപ്പെട്ടു. പകരം പുതിയ പല ഐഡിയാസും ആ സമയത്ത് കയറി വന്നു. അതായത് പ്രധാനപ്പെട്ട ചില തിങ്കേഴ്സ് ഉണ്ട്, ചാൾസ്, മോണ്ടസ്ക്യൂ, ജീൻ ജാക്സ് റൂസോ എന്നൊക്കെ പറയുന്നവര്. ഇവരുടെ എല്ലാം വാക്കുകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം തോട്ട് പ്രോസസ്സ് ജനങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് എന്താ കാര്യങ്ങൾ, അധികാരം എന്ന് പറയുന്നത് ജനങ്ങളിലോട്ടാണ് വരേണ്ടത്. അത് കേവലം രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെയോ കയ്യിലല്ല. ജനങ്ങൾക്കാണ് അധികാരമുള്ളത്, ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ലോജിക്കലാവണം, കാര്യങ്ങളെ ലോജിക്കലായ രീതിയിൽ നോക്കി കാണണം, റേഷണൽ തിങ്കിങ് വേണം, ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തകൾ മാറി മാറി വന്നു. സൊസൈറ്റി അല്ല, ഇൻഡിവിജ്വലാണ് വലുത്. അങ്ങനെ ഒരു വലിയ ചേഞ്ച് ഉണ്ടായ സമയമാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്, ജ്ഞാനോദയം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ സമയത്ത് ദി സോഷ്യൽ ആൻഡ് മോറൽ ഓർഡേഴ്സ് വർ നോ ലോങ്ങർ കൺസിഡേർഡ് ആസ് ഡിവൈൻലി ഓർഡൈൻഡ് ആൻഡ് സാക്രോസാങ്ക്ട്. പീപ്പിൾ ബിക്കെയിം റാഷണൽ, ക്രിട്ടിക്കൽ. പണ്ടത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഒന്നിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല. രാജാവ് പറഞ്ഞാൽ അങ്ങനെയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം നേരിട്ട് അയച്ചിട്ടുള്ള ആളാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് രാജാവ്. സോ രാജാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, മതപുരോഹിതന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് പക്കയാണ്, പെർഫെക്റ്റ് ആണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിച്ചു. അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ എങ്ങനെയാവണം? റേഷണൽ ആവണം, ലോജിക്കലി തിങ്ക് ചെയ്യണം, ക്രിട്ടിക്കൽ ആവണം. ഒരു കാര്യത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ശരിയും തെറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്ന രീതിയിലായി. ഒരു കാര്യവും രാജാവിന് ദൈവം ഒന്നും കൊണ്ട് കൊടുത്തിട്ടുള്ള ഒന്നല്ല, എല്ലാവരും ഈക്വൽ ആണ് എന്ന രീതിയിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. സാക്രോസാങ്ക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യൽ, അങ്ങനെ ഒന്നും സാക്രോസാങ്ക്ട് അല്ല, ഒന്നും സ്പെഷ്യൽ ഒന്നല്ല, അൺക്വസ്റ്റനബിൾ ഒന്നല്ല, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാം, മറുപടി പറയാൻ പറ്റും. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം മാറ്റാവുന്നതാണ്. ഇപ്പൊ രാജാവ് ഒരു കാര്യം പറഞ്ഞാൽ അത് പക്കയാണ്, അതിൽ മാറ്റമില്ല, അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനെ മാറ്റാൻ പറ്റണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വന്നു. പീപ്പിൾ ഡിപ്പാർട്ടഡ് ഫ്രം ദി ഏജ് ഓൾഡ് ഡിവൈൻ തിയറി ഓഫ് റൂളർ. ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം. റൂളർ, ഭരിക്കുന്ന ആളെന്ന് വെച്ചാൽ ദൈവത്തിനെ പോലെയാണ്, അദ്ദേഹത്തിനൊരു ഡിവൈൻ സൈഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ആളുകൾ വിട്ടുപോകുന്നു. നത്തിങ് വാസ് കൺസിഡേർഡ് സാക്രോസാങ്ക്ട്.
ഒന്നും ഒന്നിന്റെയും അപ്പുറമല്ല. നമുക്ക് ഏത് കാര്യത്തിനാണെങ്കിലും ചോദ്യം ചെയ്യാം, ഏത് കാര്യത്തിനെയും വിമർശിക്കാം. ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല എന്ന രീതിയിൽ വന്നു. ചർച്ച് എന്ന് വെച്ചാൽ പള്ളി അല്ലെങ്കിൽ മതം എന്ന് വെക്കാം. മൊണാർക്ക്, രാജാവ്, ഏകാധിപത്യ ഭരണം, അതുപോലെ ഫ്യൂഡലിസം, അവരുടെ ഭരണം, ഈ കാര്യങ്ങളെല്ലാം എന്തായി? ഫാലിബിളായി. ഇതെല്ലാം നശിക്കാം, അല്ലെങ്കിൽ ഇവർക്കെല്ലാം തെറ്റുകൾ പറ്റാം. സോ ഇതിനെ മാത്രം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. നേച്ചർ ആൻഡ് സൊസൈറ്റി ക്യാൻ ബി സ്റ്റഡിഡ് എംപിരിക്കലി. നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും നമുക്ക് സയന്റിഫിക്കലി സ്റ്റഡി ചെയ്യാമെന്നൊരു ചിന്ത ആളുകൾക്കിടയിലേക്ക് വന്നു. സൊസൈറ്റി ഷുഡ് ബി ബിൽഡ് ഓൺ റേഷണൽ പ്രിൻസിപ്പിൾസ്. ഹ്യൂമൻ ബീങ്സ് ഹാവ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. നമുക്ക് മനുഷ്യർക്കെല്ലാം ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ആരുടെയും പിടിയിൽ നിൽക്കേണ്ട ഒരാളുകളല്ല. അപ്പൊ രാജാവിന്റെയോ മതത്തിന്റെയോ കീഴിലല്ല ജനങ്ങൾ നിൽക്കേണ്ടത്. ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതുപോലെ തന്നെ എന്താണ്, സമൂഹം നിലനിൽക്കേണ്ടത് റേഷണൽ പ്രിൻസിപ്പിൾസിന്റെ, ലോജിക്കൽ ആയിട്ടുള്ള, റീസൺ ഉള്ള പ്രിൻസിപ്പിൾസിന്റെ പേരിലായിരിക്കണം. അല്ലാണ്ട് ഇത് എന്തുകൊണ്ടാണ്, അത് രാജാവ് പറഞ്ഞു അത്ര തന്നെ, ഇത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇത് മതം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല. അതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണം എന്തെന്ന് അറിയണം, എന്നാലേ അത് നിലനിൽക്കുള്ളൂ എന്ന രീതിയിലേക്ക് സമൂഹം മാറി. ദി പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് റെവല്യൂഷൻസ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെയും സയന്റിഫിക് റെവല്യൂഷന്റെയും സമയത്താണ് ഫ്രഞ്ച് അമേരിക്കൻ റെവല്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് എൻലൈറ്റൻമെന്റ് എന്നൊരു ഇതിൽ വരുന്നത്. ഈ എൻലൈറ്റൻമെന്റ് സോഷ്യോളജിയുടെ എമർജൻസിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സയന്റിഫിക് റെവല്യൂഷനെ കുറിച്ചാണ്. ഒരു 14th സെഞ്ചുറി 16th സെഞ്ചുറി കാലയളവിലാണ് സയന്റിഫിക് റെവല്യൂഷൻ സംഭവിച്ചത്. ഇത് സമൂഹത്തെയും സംസ്കാരത്തെയും മനുഷ്യനെയും എല്ലാം നോക്കിക്കാണുന്നതിൽ ഒരു പുതിയ രീതി കൊണ്ടുവന്നതാണ് സയന്റിഫിക് റെവല്യൂഷൻ. ഇവിടെ എന്തായി? നാച്ചുറൽ ഒബ്ജക്ട്സ് വെർ ക്ലോസ്ലി ഒബ്സർവ്ഡ്, എക്സ്പെരിമെന്റഡ്. പ്രകൃതിയിലുള്ള വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അതിന്റെ മുകളിൽ പല പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ദിസ് ഇമ്പാക്റ്റഡ് മെറ്റീരിയൽ ലൈഫ്, ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ടുവേർഡ്സ് നേച്ചർ ആൻഡ് സൊസൈറ്റി. ഇത് നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുകയും ജനങ്ങൾ പ്രകൃതിയോടും സമൂഹത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയൊരു മാറ്റം വരികയും ചെയ്തു. ഡെവലപ്മെന്റ്സ് ഇൻക്ലൂഡ് കോപ്പർനിക്കൻ റെവല്യൂഷൻ, വർക്ക്സ് ഓഫ് ഗലീലിയോ ഗലീലി, ജോഹാനസ് കെപ്ലർ, ഐസക് ന്യൂട്ടൺ എക്സെട്ര റെവല്യൂഷനൈസ് സയൻസ്. കോപ്പർനിക്കൻ റെവല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. എന്താണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ആസ്ട്രോണമിയിൽ, ജ്യോതിശാസ്ത്രത്തിൽ വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് ആണ്. ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രം, ആസ്ട്രോണമി. എന്താണ്? ഹീലിയോസെൻട്രിക് മോഡലിലോട്ട് മാറി ജനസെൻട്രിക് മോഡലിൽ നിന്ന്. അതായത് സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നൊരു ചിന്താധാര കൊണ്ടുവന്നു. അതായത് ആ സത്യത്തിലോട്ട് ജനങ്ങൾ എത്തി. അതിനെയാണ് നമ്മൾ കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത്രയും കാലം സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നൊരു ഐഡിയ ആർക്കും ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ പറയുന്നതൊക്കെ കള്ളമാണെന്നാണ് ജനങ്ങൾ അന്ന് വരെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അന്ന് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായി. സയന്റിഫിക് റെവല്യൂഷന്റെ ഭാഗമായിട്ട് സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് മനസ്സിലാക്കി. ഇതിനെയാണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഗലീലിയോ ഗലീലി, ജോഹാനസ് കെപ്ലർ, ന്യൂട്ടൺ, ഇവരുടെ എല്ലാം വർക്കുകൾ നമ്മുടെ സൊസൈറ്റിയെ ആകെ മാറ്റിമറിച്ചു. സയൻസിൽ തന്നെ ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്നു. ദിസ് ഇൻഫ്ലുവൻസ് സോഷ്യോളജിസ്റ്റ് ടു ഡെവലപ്പ് എ സയൻസ് ഓഫ് സൊസൈറ്റി ബേസ്ഡ് ഓൺ സയന്റിഫിക് മെത്തേഡ്. സോ നാച്ചുറൽ സയൻസിൽ ഇത്രയും വലിയൊരു ചേഞ്ച് വന്നു. ഫിസിക്സിൽ, അതുപോലെ ആസ്ട്രോണമിയിലെല്ലാം ഇത്രയും ഭീകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി. സയൻസ് ഒരു വലിയ വിപ്ലവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സോഷ്യൽ സയൻസിലും ഇങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം വേണം. നമ്മൾ നമ്മുടെ സമൂഹത്തിനെ സയന്റിഫിക്കലി കൃത്യമായ റാഷണൽ റൂൾസും ലോസും വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സയൻസ് വേണം, പഠിക്കുന്ന ഒരു ഡിസിപ്ലിൻ വേണം എന്നൊരു ചിന്ത സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഇടയിൽ ഉണ്ടായി. ഡാർവിൻസ് എവല്യൂഷണറി തിയറി ക്രിട്ടിക്കൽ ദി ബിബ്ലിക്കൽ തിയറി ഓഫ് ജെനസിസ്. അതായത് ബൈബിളിൽ പറയുന്നുണ്ട് എവല്യൂഷൻ എന്ന് പറയുന്നത് 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചില കാര്യങ്ങൾ. അതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അതൊന്നും സയന്റിഫിക് അല്ല. ഡാർവിൻ എവല്യൂഷൻ തിയറി എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഡാർവിന് മുമ്പേ ഹെർബർട്ട് സ്പെൻസർ, അഗസ്റ്റ് കോംത് പോലെയുള്ള ആളുകൾ ഈ എവല്യൂഷൻ തിയറി നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഡാർവിന്റെ തിയറി കുറച്ചും കൂടെ സയന്റിഫിക് ആയിരുന്നു. അതായത് ഹ്യൂമൻ ബയോളജിക്കൽ എവല്യൂഷൻ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഡാർവിൻ കൃത്യമായിട്ട് തെളിവ് സഹിതം പറഞ്ഞു വെച്ചു. അതോടെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളല്ല, ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശം വേറെ ഉണ്ട് എന്ന് കൊണ്ടുവന്നു. ദിസ് ലെഡ് ടു ആൻ എവല്യൂഷണറി തിയറി ഓഫ് സൊസൈറ്റി where organisms and societies were seen as constantly evolving or developing from a lower to higher stage. ഇതെന്തായി? സൊസൈറ്റിക്ക് ഒരു എവല്യൂഷണറി തിയറി കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ പരിണാമം. സൊസൈറ്റി ആണെങ്കിലും ജനങ്ങളാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും എല്ലാം എന്താണ്? പരിണാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം കഴിയുന്തോറും ഇതിനെല്ലാം പല മാറ്റങ്ങളും വരുന്നുണ്ട്. മനുഷ്യൻ പണ്ട് എങ്ങനെയാണ് അതുപോലെയാണോ ഇപ്പോൾ? അല്ല. ജീവജാലങ്ങൾ പണ്ടുള്ള പോലെയാണോ ഇപ്പോൾ? അല്ല. ഈ പണ്ടെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളുടെ കണക്കാണ്. സോ എന്താണ്? കാലം കഴിയുന്തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോവർ ടു ഹയർ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൂടുതൽ നല്ല രീതിയിലോട്ടുള്ള ഒരു എവല്യൂഷനാണ് നടക്കുന്നത് എന്ന് സയൻസ് പറഞ്ഞു. ദെൻ ഡിസെക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി ഹെൽപ്ഡ് പീപ്പിൾ ടു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. ഡിസെക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ കീറി മുറിച്ചുള്ള പോലത്തെ പരിശോധനകൾ. ഇത് പണ്ട് കാലത്ത് നടന്നുള്ളതിന് തെളിവുകളുണ്ട്. പക്ഷേ ഈ ഒരു സമയത്താണ് ഇത് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ ഈ ഒരു ഡിസെക്ഷൻ നടന്നതിന് ശേഷം ഹ്യൂമൻ ബോഡിയെക്കുറിച്ചും ഹ്യൂമൻ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചും കൂടുതൽ അറിവുകൾ ഉണ്ടായി. ജനങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അവെയറായി.
All this led to challenging old ideas and suggestion of alternatives. സോ ഇത്തരം സയന്റിഫിക് റെവല്യൂഷൻ എല്ലാം ഉണ്ടായപ്പോൾ എന്തായി, പഴയ പല ഐഡിയാസും കളഞ്ഞ് ജനങ്ങൾ പുതിയൊരു ചിന്താധാരയിലേക്ക് മാറി. പുതിയ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി, ജനങ്ങൾ അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങി. ബട്ട് അക്സെപ്റ്റൻസ് ഓഫ് ദീസ് റിക്വയർസ് പ്രൂഫ് ആൻഡ് വെരിഫിക്കേഷൻ, അതർവൈസ് ന്യൂ സൊല്യൂഷൻസ് വെർ സോട്ട്. പക്ഷെ എന്താണ്, പുതിയ കാര്യങ്ങളെന്ന് വെച്ച് അതെല്ലാം അങ്ങനെ അങ്ങ് എടുക്കുക എന്നാണോ? അല്ല, അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് വേണം. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റണം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റണം. ഇപ്പോൾ സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിൽ സണ്ണാണെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, അതിന് തെളിവ് വേണം. ഡാർവിൻ ഇതാണ് എവല്യൂഷൻ തിയറി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് കൃത്യമായിട്ടുള്ള തെളിവ് വേണം. സോ അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൂഫുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സമൂഹം മാറി വന്നു. അങ്ങനെ അല്ല, ഇനി ആ കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ വേറെ സൊല്യൂഷൻസ് വരട്ടെ എന്ന രീതിയിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. സോ ഒരു സയന്റിഫിക് മെത്തേഡ് എല്ലാറ്റിലും എത്തി. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അക്യുറേറ്റ് ആണ്, അത് കൃത്യമായതാണ് ആൻഡ് ഒബ്ജക്റ്റീവ് ആണ്. അത് ഓരോ ആളും ഓരോ പോലെ പറയുക എന്നല്ല, അതിനൊരു കൃത്യമായ ഫോം ഉണ്ട്, അത് എല്ലായിടത്തും കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഒബ്ജക്റ്റിവിറ്റി അതും സയൻസിൽ വന്നു, സൊസൈറ്റിയിൽ ആകമാനം വന്നു. ഇതാണ് സയന്റിഫിക് റെവല്യൂഷൻ. ഇനി 19th സെഞ്ച്വറിയിൽ ലോകത്തിനെ ആകെ ഇളക്കി മറിച്ച, അല്ലെങ്കിൽ എസ്പെഷ്യലി യൂറോപ്പിനെ ആകെ ഇളക്കി മറിച്ച പ്രധാനപ്പെട്ട 2 സംഭവങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സംഭവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ 1789 സംഭവിക്കുന്നത്. ഇത് ലോകത്തിനെ ആകമാനം ചേഞ്ച് ചെയ്തതാണ്. ലൈക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻസിൽ ഒന്നാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രാൻസ് കിടക്കുന്നത് യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും ഫ്രഞ്ച് റെവല്യൂഷൻ ലോകത്തിലുള്ള പല രാജ്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പല രാജ്യങ്ങളും അവരുടെ ഫൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും അതിൻ്റെതായുള്ള ചില റിഫ്ലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇറ്റ് പുട്ട് ആൻ എൻഡ് ടു ഫ്യൂഡലിസം. ഫ്യൂഡലിസത്തിന്, രാജഭരണത്തിന്, രാജവാഴ്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടാക്കി. ഗിവ് ന്യൂ ഓർഡർ ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു പുതിയ ഓർഡർ കൊടുത്തു. അത് ഇറ്റ് ഇൻഫ്ലുവൻസ് സൊസൈറ്റീസ് ആൾ ഓവർ ദി വേൾഡ്. ഐഡിയാസ് ലൈക്ക് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയാസും ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് ഫ്രഞ്ച് റെവല്യൂഷന്റെ സംഭാവനയാണ്. ഇത് ലോകത്താകമാനമുള്ള ജനങ്ങളെ, അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള മറ്റു മുന്നേറ്റങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇവിടെ ഇന്ത്യയിലുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലടക്കം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിലടക്കം ഈ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്: ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഇത് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ടിപ്പു സുൽത്താൻ അവരോടുള്ള ഇതിന് കാരണം ഒരു മരം നട്ടു, ട്രീ ഓഫ് ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഫ്രാൻസ്, സിമിലർ ടു അതർ യൂറോപ്യൻ കൺട്രീസ്, entered the age of reason and rationalism. സോ ഈ പറഞ്ഞ എൻലൈറ്റൻമെന്റ്, സയന്റിഫിക് റെവല്യൂഷൻ, ഇതെല്ലാം പണ്ട് തൊട്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഫ്രാൻസിലും ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടായി. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഫ്രാൻസിലെ ജനതയും എന്തിലോട്ട്? ലോജിക്കലി തിങ്ക് ചെയ്യുക, കാരണം അറിഞ്ഞ് പ്രവർത്തിക്കുക, റേഷണലി തിങ്ക് ചെയ്യുക എന്ന രീതിയിലേക്ക് മാറി. ഫ്രഞ്ച് പീപ്പിൾ were influenced by thinkers like മോണ്ടസ്ക്യൂ, ലോക്കി, വോൾട്ടയർ, റൂസോ. ജീൻ ജാക്സ് റൂസോ, മോണ്ടസ്ക്യൂ, ജോൺ ലോക്കി, ഇങ്ങനെയുള്ള ഒരുപാട് തിങ്കേഴ്സ്, ഇവരെല്ലാവരും ഫ്രഞ്ച് റെവല്യൂഷൻ കൊടുത്ത സംഭാവനകൾ വളരെ വലുതാണ്. ഇവരുടെ റൈറ്റിംഗ്സ്, ഇവരുടെ തോട്ട്സ്, ഇവരുടെ പ്രസംഗങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ചേഞ്ച് ദി പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് യൂറോപ്പ്, റീപ്ലേസ്ഡ് ഏജ് ഓൾഡ് ഫെഡറലിസം ബൈ ലിബറൽ ഡെമോക്രസി. അതായത് ഫ്യൂഡലിസം, രാജാവിന്റെ ഭരണം എന്ന് പറയുന്നത്, അതായത് ഒരു രാജാവ് ഉണ്ടാവും, പുള്ളിയുടെ മകൻ ഭരിക്കും, പുള്ളിയുടെ മകൻ ഭരിക്കും. ഇപ്പൊ ലൂയി 14, 15, 16 ആ രാജാക്കന്മാരെ ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. സോ എന്താണ്, ഇങ്ങനെ രാജാക്കന്മാരുടെ ഭരണത്തിന്, ഫ്യൂഡലിസത്തിന് ഒരു അവസാനം ഉണ്ടാവുകയും ലിബറൽ ഡെമോക്രസി, ജനാധിപത്യം വരികയും ചെയ്തു ഫ്രാൻസിൽ. ദിസ് ആൾസോ ലെഡ് ടു റൈസ് ഇൻ സോഷ്യോളജിക്കൽ തിയറൈസിങ്. ഇത് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിനും കാരണമായിട്ടുണ്ട്, സോഷ്യോളജിയിലെ ചില തിയറീസ് ഡെവലപ്പ് ചെയ്യാനും കാരണമായിട്ടുണ്ട്. ദീസ് ലെഡ് ടു മെനി പോസിറ്റീവ് ചേഞ്ചസ്. Theorists were also concerned about negative effects of radical changes. സോ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്ലവം. അതൊരു സഡൻ ചേഞ്ച് ആണ്. അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലം ആയിട്ടുണ്ടെങ്കിൽ പോലും റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു സഡൻ ചേഞ്ച് ആണ്. ഇത് പോസിറ്റീവ് ആണോ ചോദിച്ചാൽ പോസിറ്റീവ് ആണ്. പക്ഷെ എന്താണ്, ഇതിന് ചില നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. ഇതിനെക്കുറിച്ചും പല തിങ്കേഴ്സ് ശ്രദ്ധിച്ചിരുന്നു. പല തിങ്കേഴ്സും ഈ നെഗറ്റീവ് വശങ്ങൾ എന്താണെന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രാൻസ് വിറ്റ്നസ്ഡ് കാവോസ് ആൻഡ് ഡിസോർഡർ. ഈ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിലെല്ലാം അങ്ങ് സൂപ്പർ ആവുക എന്നല്ല ഉണ്ടായത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, കലാപങ്ങൾ ഉണ്ടായി, ലഹളകൾ ഉണ്ടായി. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പിൽ നിന്ന ആളാണ് മാക്സിമിലിയൻ റോബേസ്പിയർ, ജാക്കോബിൻ ക്ലബിന്റെ. ഈ മാക്സിമിലിയൻ റോബേസ്പിയർ പിന്നെ അവിടെ അയാളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ കാര്യങ്ങൾ നടത്താനും പുള്ളി അവസാനം ആളുകളെല്ലാവരും കൂടി കൊന്നുകളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഫ്രാൻസിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായി, മൊത്തത്തിൽ ഡിസോർഡറും ലഹളകളും ബഹളങ്ങളും ഉണ്ടായി. പല ആളുകളും തിങ്ക് ചെയ്യാൻ തുടങ്ങി, എന്ത്, ജനാധിപത്യവും ഡെമോക്രസിയും ഒന്നും വേണ്ടിയിരുന്നില്ല, രാജാക്കന്മാരുടെ കാലത്തേക്ക് പോകുന്നതായിരുന്നു നല്ലത്, അവർ പറയുന്ന പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കായിരുന്നുവല്ലോ എന്നുള്ള രീതിയിൽ വരെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അഗസ്റ്റ് കോംത്, എമൽ ഡർക്കിം, ടാൽകോട്ട് പാർസൺസ് പോലെയുള്ള തിങ്കേഴ്സും ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച്, നമ്മുടെ സമൂഹത്തിന്, അന്നത്തെ സമൂഹത്തിന് പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു, അവർ കൺസേൺഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് റെവല്യൂഷൻ യൂറോപ്പിനെ ആകമാനം ഇളക്കി മറിച്ചതാണ്. അത് സോഷ്യോളജി എന്ന ഡിസിപ്ലിന്റെ ഫോർമേഷനും കാരണമായിട്ടുണ്ട്. നല്ല വശങ്ങൾക്ക് കൂടെ തന്നെ അതിന്റെ ചില മോശം സൈഡുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്.
ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരൊറ്റ കാരണം കൊണ്ട് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഇവന്റ് ബട്ട് എ സെറ്റ് ഓഫ് ഇന്റർറിലേറ്റഡ് ഡെവലപ്മെന്റ്സ്. കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഡെവലപ്മെന്റ്സിലൂടെയാണ് ഇത് ഉണ്ടായത്. എന്തായി? ഇറ്റ് ട്രാൻസ്ഫോർഡ് വെസ്റ്റേൺ വേൾഡ് ഫ്രം അഗ്രേറിയൻ ടു ഇൻഡസ്ട്രിയൽ. വെസ്റ്റേൺ സമൂഹത്തെ അഗ്രേറിയൻ, കൃഷി, ആ ഒരു രീതിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ, വ്യവസായവൽക്കരിച്ച സംഭവമാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു 1760 സമയത്ത് ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത്. പിന്നെ പതുക്കെ യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും അത് എത്തി. എസ്പെഷ്യലി ഇൻ ഇംഗ്ലണ്ട്, പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. പുതിയ ടെറിട്ടറികൾ ഉണ്ടായി, ടൗൺസ് വളർന്നു, ഫാക്ടറീസ് വളർന്നു, ട്രേഡ്, കൊമേഴ്സ്, ബിസിനസ് ഇതെല്ലാം കൂടി വന്നു. പല ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡിമാൻഡ് കൂടി വന്നു. അർബനൈസേഷൻ ഉണ്ടായി. ഒരുപാട് ജനങ്ങൾ സിറ്റിയിലോട്ട് വന്നു. അവരുടെ ഗ്രാമങ്ങളിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സിറ്റിയിലോട്ട് വന്നു. ഇതെല്ലാമാണ് എന്ത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ വിത്തിൻ ദിസ് സിസ്റ്റം ഫ്യൂ ഏൺഡ് ഹ്യൂജ് പ്രോഫിറ്റ്സ്. ഇവിടെ മുതലാളിമാരായ ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പേര് ഒരുപാട് ലാഭം ഉണ്ടാക്കി. മെജോറിറ്റി ആളുകളും ഈ ലാഭം ഉണ്ടാക്കാത്തവരായിരുന്നു. ഇവര് ഒരുപാട് മണിക്കൂറുകളോളം ഫോർ എ പാൾട്രി ഓഫ് മണി, അത് നമുക്ക് കണക്കാക്കാൻ പോലും പറ്റാത്തത്രയും ചെറിയ തുച്ഛമായ വേതനത്തിന് ഒരുപാട് പേര് ജോലി ചെയ്തിരുന്നു. വർക്കേഴ്സ്. ന്യൂ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വർ ഇൻവെന്റഡ്. നമ്മുടെ സ്പിന്നിങ് മെഷീൻ, സ്പിന്നിങ് വീൽ അടക്കമുള്ള ഒരുപാട് പുതിയ ടൂൾസും പുതിയ ഇൻവെൻഷൻസും ആ സമയത്ത് ഉണ്ടായി. ടെക്സ്റ്റിൽ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ഓൺ ലാർജ് സ്കെയിൽ. ഈ ഇൻവെൻഷൻസും ടെക്നോളജിയൊക്കെ ഉള്ള കാരണം എന്തായി? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ഗുഡ്സ് ഉണ്ടാക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു. 10 ആള് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഒരു മെഷീൻ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. എക്കണോമി ചേഞ്ച്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ചില ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് ജനങ്ങളെയും സമൂഹത്തെയും ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നോക്കാൻ പോവുകയാണ്. എക്കണോമി ചേഞ്ച് ഫ്രം ഫ്യൂഡൽ ടു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ. ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ മാറി എന്തായി? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലോട്ട് മാറി. ക്യാപിറ്റലിസം ബിക്കെയിം മോർ ആൻഡ് മോർ കോംപ്ലക്സ്. ക്യാപിറ്റലിസം കോംപ്ലക്സ് ആയതിന്റെ കൂടെ ഒരുപാട് ചെറിയ സബ് ഡിവിഷൻസ്, ഒരുപാട് ചില ഗ്രൂപ്പുകൾ വന്നു. വർക്കിംഗ് ക്ലാസ് ഉണ്ടായി, ബാങ്കുകൾ ഉണ്ടായി, ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായി, മറ്റ് ഫിനാൻഷ്യൽ ഫേംസ് ഉണ്ടായി. ഇതെല്ലാം ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. എ ന്യൂ ക്ലാസ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, മാനേജേഴ്സ്, ക്യാപിറ്റലിസ്റ്റ് എമേഴ്സ്ഡ്. സോ ഒരു പുതിയ ക്ലാസ് ഉണ്ടായി. അതിൽ വർക്കേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ വർക്കേഴ്സിനെ നോക്കുന്ന സൂപ്പർവൈസർമാരുടെയും മാനേജർമാരുടെയും ഒരു ഗ്രൂപ്പ് വന്നു. അതിന്റെ അപ്പുറത്ത് ഇവരുടെ എല്ലാം ഓണറായ ക്യാപിറ്റലിസ്റ്റ് എന്നൊരു ഗ്രൂപ്പും വന്നു. ഇതെല്ലാം ഒരു പുതിയ സോഷ്യൽ ക്ലാസിന്റെ ഭാഗമായിരുന്നു. പണ്ട് കൃഷിയായിരുന്ന സമയത്ത്, അഗ്രേറിയൻ സൊസൈറ്റി ആയിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഇങ്ങനെ ചില ഗ്രൂപ്പുകളും കൂടി ഉണ്ടായി. റൂറൽ ടു അർബൻ മൈഗ്രേഷൻ വാസ് മാസീവ്. റൂറൽ ഏരിയയിൽ നിന്ന് ഒരുപാട് പേര് അർബനിലോട്ട് വന്നു. ഇൻഡസ്ട്രിയൽ സിറ്റീസ് കൂടി വന്നു. അതിന് പുറമെ എന്തായി? ഹ്യൂജ് എക്കണോമിക് ഡിസ്പാരിറ്റീസും സംഭവിച്ചു. ഒരേ സ്ഥലത്ത് തന്നെ ഒരാൾ അൾട്രാ റിച്ചും ഒരാൾ എക്സ്ട്രീം പോവർട്ടിയിലും ജീവിക്കുന്ന അത്രയും വലിയ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ കാണാൻ തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ആൻഡ് ബ്രൈറ്റ് കൺട്രി സൈഡ്, പീപ്പിൾ ആർ ലിവിംഗ് ഇൻ ഡേർട്ട് ആൻഡ് സ്ക്വാലർ. അതായത് കൺട്രി സൈഡിൽ, ഗ്രാമപ്രദേശങ്ങളിൽ നല്ല തുറസായ, നല്ല വൃത്തിയുള്ള, കാറ്റും വെളിച്ചമുള്ള നല്ല സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ അതെല്ലാം വിട്ട് വേറെ നിവൃത്തിയില്ലാതെ സിറ്റിയിലോട്ട് വരികയും അവിടുത്തെ അഴുക്കിലും പൊടിയിലും ആ ചെറിയ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വൃത്തിഹീനമായുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ദീസ് ചേഞ്ചസ് കൺസേൺ ബോത്ത് കൺസർവേറ്റീവ് ആൻഡ് റാഡിക്കൽ തിങ്കേഴ്സ്. ഈ മാറ്റങ്ങളെ കുറിച്ചെല്ലാം അന്നത്തെ തിങ്കേഴ്സ് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള തിങ്കേഴ്സും ഉണ്ട്, റാഡിക്കൽ ആയിട്ടുള്ള തിങ്കേഴ്സും ഉണ്ട്. കൺസർവേറ്റീവ് ആയിട്ടുള്ള തിങ്കേഴ്സ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ദേ ആർ കൺസേൺഡ് അബൌട്ട് ദി കണ്ടീഷൻസ് ഓഫ് കാവോസ് ആൻഡ് ഡിസോർഡർ. ഇതിപ്പോൾ പറയുമ്പോൾ ഒരുപാട് പൈസയും വരുമാനവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഒരു എക്സ്ട്രീം ബഹളം ഇവിടെയുണ്ട്. ഒരുപാട് കാവോസും ഡിസോർഡറും ഉണ്ട്. ചെറിയൊരു സ്ഥലത്ത് ഒരുപാട് പേര് കൂട്ടമായിട്ട് താമസിക്കുന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജീവിത സാഹചര്യങ്ങൾ ശരിയല്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് കൺസർവേറ്റീവ്സ് പഠിച്ചു. റാഡിക്കൽസ്, ഇപ്പോൾ എംഗൽസിനെ പോലെയൊക്കെയുള്ള റാഡിക്കൽസ് പറഞ്ഞത് എന്താണ്? ഈ ഒരു ഹ്യൂജ് ഡിസ്പാരിറ്റി, റിച്ച് ആയിട്ടുള്ള ആള്, പൂർ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വർക്കർ എന്നൊരു ഡിസ്പാരിറ്റി സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫാക്ടറി വർക്കേഴ്സ് ഒരുമിച്ച് കൂടി നിന്ന് ഒരു വർക്കിംഗ് ക്ലാസ് റെവല്യൂഷൻ ഉണ്ടാവും. അങ്ങനെ സമൂഹത്തിനെ മാറ്റിമറിക്കും. അങ്ങനെ ചില റാഡിക്കൽസ് ആയിട്ടുള്ള ആളുകൾ, എംഗൽസിനെ പോലുള്ള ആളുകൾ അങ്ങനെ തിങ്ക് ചെയ്യാനും തുടങ്ങി. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്ത്? കൺസർവേറ്റീവ്സിന്റെയും റാഡിക്കൽസിന്റെയും തോട്ട് പ്രോസസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ് എന്ത്? വർക്കിംഗ് ക്ലാസ് എന്നൊരു വിഭാഗമുണ്ട്, അവരിവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരിച്ചത്. ഏർലി സോഷ്യോളജിസ്റ്റ് were concerned about themes like labor conditions, transformation of poverty, urbanization, technology. സോ സോഷ്യോളജിസ്റ്റുകൾ, ഏർലി സോഷ്യോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെ കുറിച്ചാണ് സ്റ്റഡി ചെയ്തിരുന്നത്. അതായത് സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഈ ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ടും പഠിച്ചിരുന്നത്. അർബനൈസേഷനെ കുറിച്ച്, പോവർട്ടിയെ കുറിച്ച്, അർബനൈസേഷനെ കുറിച്ച്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിനെ കുറിച്ച്, വർക്കേഴ്സിന്റെ കണ്ടീഷൻസിനെ കുറിച്ച്, ഇതെല്ലാം. ഇനി അടുത്ത ടോപ്പിക്കാണ് ദ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി.
ഒരു സോഷ്യോളജിക്കൽ തിയറി എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സോഷ്യോളജി എന്നൊരു സബ്ജക്റ്റ് എങ്ങനെ കൂടുതൽ അക്കാഡമിക് ആയി എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എൻലൈറ്റൻമെന്റ് പ്രധാനമായും ജ്ഞാനോദയം തന്നെയാണ് ഇതിന് വഴിതെളിച്ചത്. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് റിമാർക്കബിൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് ഇൻ ഫിലോസഫിക്കൽ തോട്ട്. ഫിലോസഫിക്കൽ തോട്ടിലും ഇന്റലക്ച്വലിയും ഭീകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പീരീഡാണ് എന്ത്, എൻലൈറ്റൻമെന്റ് പീരീഡ് എന്ന് പറയുന്നത്. ആ സംഭവം അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു. ദി ഇന്റലക്ച്വൽ പ്രീകേഴ്സേഴ്സ് വിച്ച് ലെഡ് ടു ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആർ ആസ് ഫോളോസ്. സോ ഇന്റലക്ച്വലി സോഷ്യോളജി എന്നൊരു സബ്ജക്റ്റിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ച രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. ഒന്ന് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, രണ്ടാമത്തേത് സോഷ്യൽ സർവേ. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി പ്രോഗ്രസസ് ഇൻ സ്റ്റേജസ് ആൻഡ് പാറ്റേൺസ്. ലോസ് ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റി ക്യാൻ ബി ഫോർമുലേറ്റഡ് ഇൻ എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. ഫിലോസഫി ഓഫ് ഹിസ്റ്ററി പറയുന്നത് ഇത്രയേ ഉള്ളൂ, സമൂഹം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ മുന്നേറ്റം നടക്കുന്നത്. അതിൻ്റെ ഒരു ചില പെർട്ടിക്കുലർ പാറ്റേണും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഈ മാറ്റങ്ങളെക്കുറിച്ച്, ഈ ഒരു പ്രോഗ്രസിന്റെ ഓരോ സ്റ്റേജസിനെ മനസ്സിലാക്കാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് സയന്റിഫിക്കലി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യാനും പറ്റും. ഇതാണ് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി. രണ്ടാമത്തെ സോഷ്യൽ സർവേ. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ടു ഫൈൻഡ് സൊല്യൂഷൻസ്. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി പറ്റും. സോഷ്യൽ സർവേയിലൂടെ എന്താണ്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാം. ഈ ഡാറ്റ വെച്ച് നിലവിലുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും സാധിക്കും. സോ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, സോഷ്യൽ സർവേ, ഈ രണ്ട് ഇന്റലക്ച്വൽ പ്രീകേഴ്സേഴ്സ് ആണ് സോഷ്യോളജി എന്ന ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റിന് വഴിതെളിച്ചതെന്ന് പറയാം. നമ്മൾ നേരത്തെ എൻലൈറ്റൻമെന്റും മറ്റ് റെവല്യൂഷൻസ് ഒക്കെ പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രീകേഴ്സേഴ്സ് ഈ രണ്ടെണ്ണമാണ്. ദി റൈസ് ഓഫ് സോഷ്യോളജി ക്യാൻ ആൾസോ ബി ആട്രിബ്യൂട്ടഡ് ടു കൺസർവേറ്റീവ് തിങ്കേഴ്സ്. ഈ എൻലൈറ്റൻമെന്റിന് പുറമെ നമുക്ക് കൺസർവേറ്റീവ് തിങ്കേഴ്സും സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറിയുടെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ടെന്ന് പറയാം. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദി ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റൻമെന്റ് ഓൺ സോഷ്യോളജി വാസ് നോട്ട് ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ്, ഇറ്റ് വാസ് ഇൻഡയറക്റ്റ് ആൻഡ് നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസർവേറ്റീവ്സ് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിരുന്നില്ല, അത് ഇൻഡയറക്റ്റ് ആയിരുന്നു. അതൊരിക്കലും പോസിറ്റീവ് ആയിരുന്നില്ല, നെഗറ്റീവും ആയിരുന്നു. ഡി ബൊണാൾഡ് എന്നൊരു തിങ്കർ പറയുന്നത് ഇങ്ങനെയാണ്: ഹി വാസ് കൺസേൺഡ് ബൈ ദീസ് റാഡിക്കൽ ചേഞ്ചസ് വിച്ച് ലെഡ് ഫൗണ്ടേഷൻ ഫോർ എ സൊസൈറ്റി വിത്ത് ഹൈലി ഇംപേഴ്സണൽ സിറ്റി ലൈഫ്, ഡിവോയ്ഡ് ഓഫ് കമ്മ്യൂണിറ്റി ബോണ്ടിങ്, അഡ്വക്കേറ്റഡ് ഫോർ റിട്ടേൺ ഓഫ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് പ്രീവിയസ് ടൈംസ്. ഡി ബൊണാൾഡ് എന്ന് പറയുന്ന ഒരു തിങ്കർ പറഞ്ഞത് എന്താണ്, ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു അർബനൈസ്ഡ് സൊസൈറ്റിയിൽ ഭയങ്കരമായ ഒരു ഇംപേഴ്സണൽ ലൈഫാണ് സംഭവിക്കുന്നത്. ജനങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലുള്ള ഒരു ബോണ്ടൊന്നുമില്ല. സിറ്റി ലൈഫ് ഒരുപാട് കൂടിക്കൂടി വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് നഷ്ടപ്പെടുന്നു. ജനങ്ങൾ പരസ്പരം കാണാതെയാവുന്നു, സംസാരിക്കാതെയാവുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതെയാവുന്നു. ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത് ആ ഒരു പഴയ സൊസൈറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പഴയ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെ ഇനി എന്നാണ് വരിക എന്നാണ് ഇദ്ദേഹത്തെ പോലുള്ള ചില കൺസർവേറ്റീവ് തിങ്കേഴ്സ് പറഞ്ഞത്. Sociology emphasized on society as a unit of analysis, recognizing parts of society as interrelated and interdependent, stressed on ultimate harmony and stability in society, etc. It can be said to be influenced by conservative reaction. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, സൊസൈറ്റിയെ ഓരോ ഭാഗങ്ങളാക്കുക. ഈ ഓരോ ഭാഗങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്, അവര് പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്, റിലേറ്റഡ് ആണെന്ന് തിരിച്ചറിയുക. സൊസൈറ്റിയിൽ ഒരു ഹാർമോണി വേണം, സ്റ്റെബിലിറ്റി വേണം, ആളുകൾക്കിടയിൽ ഐക്യം വേണം, ശാന്തിയും സമാധാനവും വേണം. ഇതെല്ലാം സോഷ്യോളജിയിൽ നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. സമൂഹത്തിനെ മനസ്സിലാക്കണം, സമൂഹത്തിനെ പല ഭാഗങ്ങളെയും ചേർത്ത് നിർത്തി പഠിക്കണം, സമൂഹത്തിന്റെ ഐക്യത്തിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ, ഇതെല്ലാം സോഷ്യോളജി എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയത് ഈ ഒരു കൺസർവേറ്റീവ്സിന്റെ കയ്യിൽ നിന്നാണെന്നാണ് പറയുന്നത്. കൺസർവേറ്റീവ്സ് പറഞ്ഞ കാര്യം എന്താണ്, അർബനൈസേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് വന്നപ്പോൾ, പ്രധാനമായും അർബനൈസേഷൻ വന്നപ്പോൾ സൊസൈറ്റിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങളെല്ലാം മാറി സമൂഹം നല്ല രീതിയിലാവണം എന്നാണ് കൺസർവേറ്റീവ്സ് പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് സോഷ്യോളജിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നത്. സമൂഹത്തിൽ ഓർഡർ വേണം, ഡിസിപ്ലിൻ വേണം എന്നൊക്കെ. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കൺസർവേറ്റീവ്സ് പറഞ്ഞത് പഴയ കാലത്തോട്ട് പോകാമെന്നായിരുന്നു. സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞത് എന്താ, നമുക്ക് പഴയ കാലത്തോട്ട് പോകാനൊന്നും പറ്റില്ല, പഴയ കാലത്തിലുള്ള നല്ല കാര്യങ്ങളെ ഇപ്പൊ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഈ ഒരു പുതിയ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. ദി ഗോൾസ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ ഗോൾസ്, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഹാർമണി, സ്റ്റെബിലിറ്റി, യൂണിറ്റി, ഇതൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് കിട്ടിയത് കൺസർവേറ്റീവ് തോട്ടിൽ നിന്നാണ്. കൺസർവേറ്റീവ് ആളുകളുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ് ഇത്തരം ഗോൾസ് എല്ലാം സോഷ്യോളജിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ സോഷ്യോളജിയുടെ മെത്തേഡ്സ് വന്നത് എൻലൈറ്റൻമെന്റിൽ നിന്നാണ്. എൻലൈറ്റൻമെന്റ് തിങ്കേഴ്സ് ആണ് മെത്തേഡ്സ് ഉണ്ടാക്കിയത്. എന്താണ്, വൺ കാൺട്ട് ഗോ ബാക്ക് ടു പാസ്റ്റ്, നമുക്ക് പാസ്റ്റിലോട്ട്, ഭൂതകാലത്തിലോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ എന്താണ്,
ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ സയന്റിഫിക് നോളജും മറ്റു കാര്യങ്ങളും വെച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ കൂടുതൽ ബെറ്റർ ആക്കാം, പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇതാണ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത്. സോ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? എൻലൈറ്റൻമെന്റിന്റെയും കൺസർവേറ്റീവിന്റെയും ഒരു മിക്സ് ആണ്. സോഷ്യോളജിയുടെ ഗോൾസ് വന്നത് കൺസർവേറ്റീവ് എന്നും സോഷ്യോളജിയുടെ മെത്തേഡ്സ് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു ഐഡിയ വരുന്നത് എൻലൈറ്റൻമെന്റിൽ നിന്നുമാണ്. സോ നമ്മൾ സോഷ്യോളജിയുടെ എമർജൻസിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ എൻലൈറ്റൻമെന്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയന്റിഫിക് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇതെല്ലാം എങ്ങനെയാണ് സോഷ്യോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ആന്ത്രോപോളജിയുടെ അല്ലെങ്കിൽ ആന്ത്രോപോളജിയുടെ എമർജൻസിനെ കുറിച്ചാണ്. സോ ആന്ത്രോപോളജി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ വന്നതാണ്. പക്ഷേ അക്കാഡമിക്സിൽ ഇത് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 19th സെഞ്ചുറിയിലാണ്. പ്ലസ് ഈ ആന്ത്രോപോളജി വന്നത് എങ്ങനെയായിട്ടാണ്? ആസ് ആൻ ഇന്റർസെക്ഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നാച്ചുറൽ സയൻസിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ആദ്യം ആന്ത്രോപോളജി വരുന്നത്. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ഈസ് കണക്റ്റഡ് ടു അതർ ഡിസിപ്ലിൻസ് ഓഫ് ആന്ത്രോപോളജി. ഇപ്പൊ സോഷ്യൽ ആന്ത്രോപോളജിയുടെ എമർജൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റ് പല ഡിസിപ്ലിൻസുമായിട്ടും കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ സോഷ്യോളജി, ഫിലോസഫി, എത്നോ ഹിസ്റ്ററി, സൈക്കോളജി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഈ ഡിസിപ്ലിൻസിനോട് എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് സോഷ്യൽ ആന്ത്രോപോളജി വന്നിട്ടുള്ളത്. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദി സയന്റിഫിക് ഡെവലപ്മെന്റ് ഇൻ വെസ്റ്റേൺ വേൾഡ്. അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡിലെ പല സയന്റിഫിക് ഡെവലപ്മെന്റ്സിനോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ സോഷ്യൽ ആന്ത്രോപോളജി ഡെവലപ്പ് ആയിട്ടുള്ളത്. ദെൻ ആന്ത്രോപോളജി നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് 19ാം നൂറ്റാണ്ടിലാണ് ഇതൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആവുന്നത്. അതിനു മുമ്പേ ആന്ത്രോപോളജി ഉണ്ട് എന്ന്. അതിന് ചില തെളിവുകൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ആന്ത്രോപോളജി ഈസ് എ വേർഡ് യൂസ്ഡ് ബൈ ആൻഷ്യൻ ഗ്രീക്സ്. ആൻഷ്യൻ ഗ്രീക്സ് അവരുടെ 1595 ആന്ത്രോപോളജി എന്ന പേരിൽ ഒരു ബുക്ക് വന്നിട്ടുണ്ട്. സോ എന്താ, അത്രയും പണ്ടേ ആന്ത്രോപോളജി എന്നൊരു സംഭവം നിലനിന്നിരുന്നു. അതുപോലെ 1798 ഇമ്മാനുവൽ കാന്റ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിന്റെ പേര് ആന്ത്രോപോളജിയെ ഇൻ പ്രാഗ്മറ്റിസ്che ഹിൻഷിറ്റ് എന്നായിരുന്നു. ഇത് ഇംഗ്ലീഷ് അല്ല, ഇത് വേറൊരു ഭാഷയാണ്. സോ ആന്ത്രോപോളജി എന്ന ഭാഷ എന്താണ്? ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സായ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഇവരെല്ലാവരും സൊസൈറ്റിയെക്കുറിച്ചും സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് പഠനങ്ങൾ നടത്തിയവരാണ്. ആന്ത്രോപോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് വാട്ട് മേക്സ് അസ് ഹ്യൂമൻസ്. അത് നരവംശ ശാസ്ത്രം, മനുഷ്യന്റെ എവല്യൂഷനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. സോ ആന്ത്രോപോളജി എന്ന സ്റ്റഡി വരുന്നതിന് മുമ്പേ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേറ്റോനെയാണ് ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോലാണ്. സോ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഇങ്ങനെയുള്ള ചില തിങ്കേഴ്സ്. കഴിഞ്ഞ യൂണിറ്റിൽ അത് പ്ലൂട്ടോ എന്നാണ് പറഞ്ഞത്, പ്ലൂട്ടോ അല്ല, ഇറ്റ്സ് പ്ലേറ്റോ. സോ ഇങ്ങനെയുള്ള തിങ്കേഴ്സ് പലരും എന്താണ്? സമൂഹത്തെയും സമൂഹത്തിനെ കുറിച്ചുള്ള പഠനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തവരാണ്. ഇനി നമുക്ക് ആന്ത്രോപോളജിയുടെ ഫേസസ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഫേസും ഉണ്ട്, സെക്കൻഡ് ഫേസും ഉണ്ട്. ഫസ്റ്റ് ഫേസ് വരുന്നത് 1725-1840 എന്ന കാലഘട്ടത്തിലും സെക്കൻഡ് ഫേസ് വരുന്നത് 1840-1890 എന്നൊരു ടൈമിലുമാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നത് 1725ടെയും 1840ടെയും ഇടയ്ക്കാണ്. ആഫ്റ്റർ ദി എക്സ്പീരിയൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ യൂറോപ്പ്, മെനി ഫിലോസഫേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സൊസൈറ്റി. യൂറോപ്പിൽ റിനൈസൻസിന് ശേഷം, നവോത്ഥാനത്തിന് ശേഷം, എൻലൈറ്റ്മെന്റ് പോലെയുള്ള പല മുന്നേറ്റങ്ങൾക്കും ശേഷം എന്തായി? തിങ്കേഴ്സ് സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, പല ഫിലോസഫേഴ്സും സൊസൈറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ തുടങ്ങി. ലോക്കി, റൂസോ, മോണ്ടസ്ക്യൂ പോലെയുള്ള തിങ്കേഴ്സിന്റെ സ്റ്റഡീസ് പലതും എന്തിനുള്ള ഫൗണ്ടേഷൻ ആയിരുന്നു? സോഷ്യൽ സയൻസസിന്റെ ഫൗണ്ടേഷൻ ആയിരുന്നു. അതായത് സോഷ്യോളജി, ആന്ത്രോപോളജി പോലെയുള്ള സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള സോഷ്യൽ സയൻസസ്, അതിനൊരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ലോക്കിയുടെയും റൂസോന്റെയും മോണ്ടസ്ക്യൂവിന്റെ എല്ലാം പല വർക്ക്സും അന്നത്തെ നടന്നത്. ഇവരെല്ലാം നമുക്ക് ആന്ത്രോപോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്താണ്, ഇവരെല്ലാവരും ആന്ത്രോപോളജി ഡെവലപ്മെന്റിന് ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ്. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിലെ മനുഷ്യന്മാരെ കുറിച്ചുള്ള ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ ആ പഠനത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ലോക്കി, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ തിങ്കേഴ്സ് എല്ലാം. ഇവരൊക്കെ ഫിലോസഫേഴ്സ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും ആന്ത്രോപോളജിസ്റ്റിനെ അതിന് സഹായിച്ചിട്ടുണ്ട് ആ ഒരു ഡിസിപ്ലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആന്ത്രോപോളജി ഡിപ്പാർട്ടഡ് ഫ്രം ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ബൈ 2 phases. സോ നമ്മൾ ഈ പറയുന്ന 2 ഫേസസിലൂടെയാണ് ആന്ത്രോപോളജി ഹിസ്റ്ററിയിൽ നിന്നും ഫിലോസഫിയിൽ നിന്നും മാറി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇൻ ഫസ്റ്റ് ഫേസ് ദേ സക്സീഡഡ് ഇൻ സെപ്പറേറ്റിംഗ് ദി സ്റ്റഡി ഓഫ് മാൻ, സൊസൈറ്റി ആൻഡ് സിവിലൈസേഷൻ ഫ്രം ഹിസ്റ്ററി. അതായത് സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനം, മനുഷ്യനെ കുറിച്ചുള്ള പഠനം, സിവിലൈസേഷനെ കുറിച്ച്, ഓരോ സ്റ്റേജസ് ആയിട്ടുള്ള നമ്മുടെ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം എന്തായി? ഹിസ്റ്ററിയിൽ വരുന്ന സംഭവങ്ങളല്ല, അതൊരു സെപ്പറേറ്റ് സ്റ്റഡി ആണെന്ന് പറഞ്ഞ് ഹിസ്റ്ററിയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മാറ്റി. അങ്ങനെ ഒരു പുതിയ ജനറൽ സോഷ്യൽ സയൻസ് ഉണ്ടായി. അതാണ് ആന്ത്രോപോളജി എന്ന് നമുക്ക് പറയാം. ഹോയബൽ അത് വേറൊരു തിങ്കറാണ്. ഹി ഒപ്പൈൻഡ് ദാറ്റ് ആന്ത്രോപോളജി സ്റ്റെംസ് പ്രൈമർലി ഫ്രം നാച്ചുറൽ സയൻസസ് ആൻഡ് ക്യാരീസ് എ ഗ്രേറ്റർ മെഷർ ഓഫ് നാച്ചുറൽ സയൻസ് ട്രഡീഷൻ, നോട്ട് ഹിസ്റ്ററി ഓർ ഫിലോസഫി. നമ്മൾ ആദ്യം പറഞ്ഞു ആന്ത്രോപോളജി എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസുമായിട്ടും ഹിസ്റ്ററിയുമായിട്ടും ഒരുപാട് ചേർന്ന് നിൽക്കുന്നതാണെന്ന്.
അതിൽ കൂടുതലും കണക്ഷൻ വരുന്നത് ഹിസ്റ്ററിയോടും ഫിലോസഫിയും ആണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. കാര്യം എന്താണ്, നമ്മൾ ലോക്കിയെ പോലെ, റൂസോയെ പോലെ, മോണ്ടസ്ക്യോ പോലുള്ള പല സ്റ്റഡീസും ആന്ത്രോപോളജി ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലാണ് പണ്ട് സ്റ്റഡി ഓഫ് മാനും സൊസൈറ്റിയൊക്കെ ഉണ്ടായിരുന്നത്. സോ അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ ആന്ത്രോപോളജി ഉണ്ടാക്കിയത്. പക്ഷേ ഹോവെൽ പറയുന്നത് എന്താണ്, നാച്ചുറൽ സയൻസിനോടാണ് ഇത് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, ഹിസ്റ്ററിയും ഫിലോസഫിയും ഒന്നല്ല എന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയനാണ്. അതിന് അദ്ദേഹം കൊടുക്കുന്ന ചില തെളിവുകളും നമ്മുടെ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ് നോക്കാം. സോ 1725 to 1840 വരെയുള്ള ഫസ്റ്റ് ഫേസിന് ശേഷം സെക്കൻഡ് ഫേസ് വന്നത് 1840യുടെയും 1890യുടെയും ഇടയ്ക്കാണ്. ഈ കാലഘട്ടത്തിൽ, ഈ 19th സെഞ്ചുറിയിലെ ആന്ത്രോപോളജി ഇവോൾവ് ആസ് എ ഡിസിപ്ലിൻ, പ്രധാനമായും ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്ന രീതിയിൽ ആന്ത്രോപോളജി വളർന്നു. എങ്ങനെ? അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ്, ഇന്റലക്ച്വൽ മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ്. സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടായി, സോഷ്യോ പൊളിറ്റിക്കലി മാറ്റങ്ങൾ ഉണ്ടായി, ഇന്റലക്ച്വലി മൂവ്മെന്റ്സ് ഉണ്ടായി. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ആന്ത്രോപോളജി ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ വളർന്നു വന്നു. നാച്ചുറൽ സയൻസ് അണ്ടർവെന്റ് എ മേജർ ഷിഫ്റ്റ് ഫ്രം സ്റ്റാറ്റിക് ടു ഡൈനാമിക്, ഇൻട്രൊഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക്സ്, ഡാർവിൻസ് എവല്യൂഷണറി തിയറി എക്സെട്ര. നാച്ചുറൽ സയൻസ്, അതായത് സയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിലൂടെയാണ് കടന്നുപോയത്. ഓൾഡ് ആയ സ്റ്റാറ്റിക് ആയ പല കാര്യങ്ങളിൽ നിന്നും ഡൈനാമിക് ആയി. ഈ ഓൾഡ് സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, സയൻസ് സ്റ്റാറ്റിക് നിന്ന് ഡൈനാമിക് ആയി. അതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ, വ്യൂയിങ് ഇറ്റ് ആസ് എ കളക്ഷൻ ഓഫ് ഫിക്സഡ് അൺചേഞ്ചിങ് ഫാക്ട്സ് ടു റെക്കഗ്നൈസിംഗ് ദാറ്റ് ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് സബ്ജക്ട് ടു റിവിഷൻ. സയൻസ് എന്ന് പറയുന്നത് പണ്ട് അതിനൊരു സ്റ്റാറ്റിക് സ്വഭാവം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് എന്താണ്, സയൻസ് അത് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു, ഓക്കെ, അത് കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമൊന്നും വരുന്നില്ല എന്ന്. പക്ഷെ എന്താണ്, അതാണ് സ്റ്റാറ്റിക്. അത് ഡൈനാമിക് ആയപ്പോൾ പറഞ്ഞു സയൻസ് അങ്ങനെയല്ല, സയൻസ് ഡൈനാമിക് ആണ്. ഓരോ കാലം കഴിയുന്തോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ പുതിയ എവല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ തെർമോഡൈനാമിക്സും എവല്യൂഷണറി തിയറിയും പോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനിയും സംഭവിക്കും. സോ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു മാറ്റവും കൂടി ഉണ്ടായി. സോ ഇത് ആന്ത്രോപോളജിനെയും ഇൻഫ്ലുവൻസ് ചെയ്തു. ഡ്യൂറിംഗ് 1860s, attempts were made to create a unified anthropological discipline encompassing physical anthropology, prehistory and ethnology. ഒരു 1860 ഒക്കെ ആയപ്പോഴേക്കും ഒരു യൂണിഫൈഡ് ആന്ത്രോപോളജിക്കൽ ഡിസിപ്ലിൻ ഉണ്ടായി. അതിൽ ഫിസിക്കൽ ആന്ത്രോപോളജി, പ്രീ ഹിസ്റ്ററി, എത്തനോളജി പോലെയുള്ള കാര്യങ്ങളും കൂടി ചേർന്നിരുന്നു. ഇനി ഒരു 1870s ഒക്കെ ആയപ്പോഴേക്കും നേരത്തെ പറഞ്ഞ പല സയന്റിഫിക് മെത്തേഡ്സും മറ്റു കാര്യങ്ങളെല്ലാം ചേർന്ന് ആന്ത്രോപോളജി എന്തായി, ഒരു പ്യുവർ അക്കാഡമിക് ഡിസിപ്ലിനായി മാറി. സോ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 19th സെഞ്ചുറിയിലാണ് ആന്ത്രോപോളജി ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ ആവുന്നത്. അതിന് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ്, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ്സ്, മറ്റ് ചേഞ്ചസ് ഇതെല്ലാം കാരണമായിട്ടുണ്ട്. ദെൻ എൻലൈറ്റൻമെന്റ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇതെല്ലാം ഈ ഡിസിപ്ലിനെ ഷേപ്പ് ചെയ്യുന്നതിന് കാരണമായി. എ ഫൗണ്ടേഷൻ വാസ് ആൾസോ ലെയ്ഡ് ബൈ 18th സെഞ്ചുറി പ്രോഗ്രസീവ്സ്. 19th സെഞ്ചുറിയിലാണ് ഇത് അക്കാഡമിക് ഡിസിപ്ലിൻ ആയത്. പക്ഷെ അതിന് മുമ്പേ 18th സെഞ്ചുറിയിലെ ചില പ്രോഗ്രസീവിസ്റ്റുകൾ ഇങ്ങനെ ഒരു സയൻസിന്, ഇങ്ങനെ ഒരു ജനറലൈസ്ഡ് സോഷ്യൽ സയൻസിന്റെ ഒരു ഫോർമേഷന് വേണ്ടി കാരണമായിട്ടുണ്ട്. ദെൻ ഈ ജനറലൈസ് സോഷ്യൽ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ടു ദി ഹ്യൂമൻ സൊസൈറ്റി. അതായത് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ, സമൂഹത്തിലെ ആളുകളുടെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കാൻ ഒരു പുതിയ സോഷ്യൽ സയൻസ് വേണം എന്നൊരു തോട്ട് 18th സെഞ്ചുറിയിലുള്ള ചില പ്രോഗ്രസീവിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഭാഗമായിട്ട് എന്താണ്, ഇങ്ങനെ ആന്ത്രോപോളജി എന്ന സബ്ജക്ട് ഡെവലപ്പ് ആയി വന്നു. ദി കൺവേർജൻസ് ഓഫ് ആന്ത്രോപോളജിക്കൽ സ്പെഷ്യലൈസേഷൻസ് ലെഡ് ടു ദി ഡിഫറൻഷിയേഷൻ ഓഫ് ആന്ത്രോപോളജി ഫ്രം അതർ സോഷ്യൽ സയൻസസ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർന്നതോടെ എന്തായി, ആന്ത്രോപോളജി മറ്റ് സോഷ്യൽ സയൻസസിൽ നിന്ന് ഡിഫറൻ്റ് ആയി മാറുകയും ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ ആയിട്ട് പുറത്തോട്ട് വരികയും ചെയ്തു. ഇതാണ് ആന്ത്രോപോളജിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്നത്, 2 സ്റ്റേജസിലൂടെയായിട്ട്, 2 ഫേസസിലൂടെയായിട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ ആദ്യം സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞു, ആന്ത്രോപോളജിയെ കുറിച്ച് പറഞ്ഞു. ഫ്രഞ്ച് റെവല്യൂഷൻ, എൻലൈറ്റൻമെന്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയന്റിഫിക് റെവല്യൂഷൻ ഇതെല്ലാം ചേർന്നാണ് ഈ 2 ഡിസിപ്ലിൻസും ഉണ്ടായത്. ഇനി മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഈ ഡിസിപ്ലിൻസിൽ ഒരുപാട് തിങ്കേഴ്സ് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെയും മറ്റ് പല സംഘടനകളുടെയും ഇൻഫ്ലുവൻസിലൂടെയാണ്. സോ ആ വ്യക്തികളും സംഘടനകളും ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പേരുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പേരാണ് ബ്രോണിസ്ലോ മലിനോസ്കി. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എത്നോഗ്രാഫിക് മെത്തേഡ് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ആൾസോ ദി പാർട്ടിസിപ്പന്റ് മെത്തേഡ്, ഒരു പാർട്ടിസിപ്പന്റ് എന്ന രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുക, അങ്ങനെയുള്ള പല എത്നോഗ്രാഫിക് സ്റ്റഡീസും ഇദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. തിയറി ഓഫ് ഫങ്ഷണലിസം ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ്, ഒരു തിയറിയാണ്. സോ ഇദ്ദേഹത്തിന്റെ ഈ സംഭാവനകളെല്ലാം കൊണ്ട് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. അടുത്ത പ്രധാനപ്പെട്ട പേരാണ് A.R. റാഡ്ക്ലിഫ് ബ്രൗൺ. A.R. റാഡ്ക്ലിഫ് ബ്രൗണും മെലിനോസ്കിയും ചേർന്ന് നിന്നുകൊണ്ടാണ് മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജി ഫൗണ്ട് ചെയ്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം റാഡ്ക്ലിഫ് ബ്രൗൺ
ഹി ഈസ് വെൽ നോൺ ഫോർ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം. അദ്ദേഹത്തിന്റെ തിയററ്റിക്കൽ അപ്രോച്ചാണ് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം. അതിന്റെ പേരിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ പല കോൺസെപ്ച്വൽ ഐഡിയാസും എമേൽ ഡർക്കീമിൽ നിന്നും അതിന് പുറമെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഫീൽഡ് സ്റ്റഡീസിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട പേരാണ് മാർസൽ മോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റുമാണ്, ആന്ത്രോപോളജിസ്റ്റുമാണ്. ഫ്രാൻസിലെ മോഡേൺ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പയനിയർ എന്ന് വിളിക്കുന്നത് ഈ മാർസൽ മോസിനെയാണ്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം നടത്തിയ കമ്പാരിറ്റീവ് സ്റ്റഡീസിന്റെ പേരിലാണ്, ബിറ്റ്വീൻ ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ദെൻ ലെവിസ്ട്രോസും വളരെ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്കറാണ്. 20th സെഞ്ചുറിയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിങ്കർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. മിത്ത്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ ഓർഗനൈസേഷൻ ഇതിനെല്ലാം കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹി ഫൗണ്ട് തിയറി ഓഫ് സ്ട്രക്ചറലിസം ആൻഡ് സ്ട്രക്ചറൽ ആന്ത്രോപോളജി. സ്ട്രക്ചറലിസവും സ്ട്രക്ചറൽ ആന്ത്രോപോളജിയും ഫൗണ്ട് ചെയ്തത് ഇദ്ദേഹമാണ്. എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ക്യാൻ ആൾസോ ബി ട്രേസ്ഡ് ടു പ്രൊഫഷണൽ അസോസിയേഷൻസ്. സോ നമ്മൾ ഈ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു. മെലനോസ്കി ഉണ്ട്, റാറ്റ്ലിഫ് ബ്രൗൺ ഉണ്ട്, മാർസൽ മൂസ് ഉണ്ട്, ലെവിസ്ട്രോസ് ഉണ്ട്. ഇതിന് പുറമെ വേറെയും വ്യക്തികൾ ഇതിന്റെ ഇൻഫ്ലുവൻസിന് സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ 4 പേരുടെയും പ്രധാനപ്പെട്ട വർക്ക്സ് എന്താണെന്ന് നമ്മുടെ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ചില സംഘടനകളും ഈ ഒരു ആന്ത്രോപോളജിയുടെ ഈ ഒരു ഡിസിപ്ലിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതിൽ അബോറിജിൻസ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി, ഇത് 1837 വന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ അസോസിയേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ആദ്യത്തെ സോഷ്യോളജിക്കൽ അസോസിയേഷൻ, ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ ഇതാണ്. ദെൻ അമേരിക്കൻ ആന്ത്രോപോളജിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ്, ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ, ഇന്ത്യയിലുള്ള ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഈ സംഘടനകളെല്ലാം ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആന്ത്രോപോളജിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്, ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിനും അവിടുത്തെ തിങ്കേഴ്സിനും ഇന്ത്യയിൽ ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് ഒരു മേജർ പങ്കുണ്ട് എന്ന് തന്നെ പറയാം. ഇനി സോഷ്യോളജിക്കൽ ആന്ത്രോപോളജിയിലെ ചില പയനിയേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്ന പേരാണ് ലൂയിസ് ഹെൻറി മോർഗൻ. ഇദ്ദേഹം കിൻഷിപ്പ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. സൊസൈറ്റി ഓരോ സ്റ്റേജസിലൂടെ എങ്ങനെ ഇവോൾവ് ആവുന്നുവെന്നും ആ സ്റ്റേജസ് ഏതാണെന്നതിനെ കുറിച്ചും സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഹിസ് വർക്ക്സ് ഇൻഫ്ലുവൻസ് കാൾ മാർക്സ്. കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ് ലൂയിസ് ഹെൻറി മോർഗൻ. കാൾ മാർക്സിന്റെ തിയറി ഓഫ് ക്ലാസ്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ഇതെല്ലാം ഫോം ചെയ്യുന്നതിന് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് ലൂയിസ് ഹെൻറി മോർഗൻ ആയിരുന്നു. ദെൻ ജോൺ ഫെർഗൂസൺ മക്ലെനൻ. ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് എത്നോളജിസ്റ്റ് ആണ്. അദ്ദേഹം മാരേജ് സിസ്റ്റത്തിനെ കുറിച്ചും അതിലെ ചില കസ്റ്റംസിനെ കുറിച്ചാണ് പഠിച്ചത്. പ്രീ ലിറ്ററേറ്റ് സൊസൈറ്റീസ്, അതായത് കൃത്യമായിട്ടുള്ള ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള സൊസൈറ്റികളിൽ എങ്ങനെയായിരുന്നു കല്യാണം, അതിന്റെ റൂൾസും ലോസും എങ്ങനെയായിരുന്നു, കിൻഷിപ്പ് സിസ്റ്റംസ് എങ്ങനെയായിരുന്നു, ടോട്ടം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചെല്ലാം ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഇനി അഡോൾഫ് ബാസ്റ്റ്യൻ. അദ്ദേഹം ഒരു മെഡിക്കൽ ടേൺഡ് എത്നോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തെയാണ് ജർമ്മൻ ആന്ത്രോപോളജിയുടെ ഫാദർ എന്ന് വിളിക്കുന്നത്. സർ എഡ്വേർഡ് ബ്രണ്ട് ടൈലർ. ഇദ്ദേഹം ഹീസ് നോൺ ആസ് ദി ഫൗണ്ടർ ഓർ ഫാദർ ഓഫ് കൾച്ചറൽ ആന്ത്രോപോളജി. WHR റിവേഴ്സ്. He contributed to development of emerging social anthropology. Then Franz Boas, known as father of American anthropology and modern American anthropology. So, ഈ പറഞ്ഞ ആളുകളാണ് സോഷ്യൽ ആന്ത്രോപോളജിയുടെ പയനിയേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ നമ്മൾ ഇത്രയും പറഞ്ഞ തിങ്കേഴ്സിന്റെ എല്ലാം പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ച് നമ്മുടെ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഈ യൂണിറ്റിൽ പ്രധാനമായും സോഷ്യോളജിയുടെയും ആന്ത്രോപോളജിയുടെയും ഒറിജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഫ്രഞ്ച് റവല്യൂഷൻ, സയന്റിഫിക് റവല്യൂഷൻ, എൻലൈറ്റൻമെന്റ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെയുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും അതിന് പുറമെ ആന്ത്രോപോളജി ഓരോ സ്റ്റേജിൽ വളർന്നു വന്നതിനെക്കുറിച്ചും കൺസർവേറ്റീവ് തിങ്കേഴ്സിനെ കുറിച്ച്, റാഡിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ആന്ത്രോപോളജിയുടെ വളർച്ചയ്ക്ക് സഹായിച്ച പ്രധാനപ്പെട്ട ചില തിങ്കേഴ്സ് ആരൊക്കെയാണ്, അതിന് പുറമെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പയനിയേഴ്സ് ആരൊക്കെയാണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്.